വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി ചാപ്റ്റർ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2010 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ കോസ്റ്റ് പ്രൈസ്, അതായത് അത് വാങ്ങിയ വില, അതല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ അതിന്റെ വില എത്രയാണോ, ഇതിൽ ഏതാണോ കുറവ് ആ എമൗണ്ട് ആണ്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 AS2 അനുസരിച്ചാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. അത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ്സ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ഡാഷ് പ്രിൻസിപ്പിൾ. അസറ്റ്സ് നമ്മൾ വാല്യൂ കാണിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ വാല്യൂ എഴുതുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യും. അപ്പൊ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഗോയിങ് കൺസേൺ എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് കോൺസെപ്റ്റ് മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്രൈറ്റർ. ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? ആൻസർ അക്കൗണ്ടിംഗ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ്സ് ആർ ഓൾവേസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ഡാഷ്. ആൻസർ ലയബിലിറ്റീസ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാപ് സ്റ്റാൻഡ്സ് ഫോർ GAAP. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ്, റവന്യൂ ഈസ് ജനറലി റെക്കഗ്നൈസ്ഡ് ബീയിങ് ഏൺഡ് അറ്റ് വെൻ. റവന്യൂ നമ്മൾ പറയുന്നത് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ, ബിസിനസിന്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. എപ്പോഴാണ് നമ്മൾ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ആ സെയില് നടത്തി കഴിയുമ്പോഴാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും സെയിൽസ് നടന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ ബിസിനസിന്റെ മെയിൻ സോഴ്സ് ആയിട്ട് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. 7th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് പ്രിൻസിപ്പിൾ frequent changes in accounting policies adversely affect the reliability of financial informations. ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്? ഇപ്പോൾ ചിലതിനെ സംബന്ധിച്ചിടത്തോളം പല മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. നമ്മളിനി പഠിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നടത്തുമ്പോൾ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ അവിടെ ഫോളോ ചെയ്യും. അപ്പോൾ ഒരേ മെത്തേഡ് തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സെയിം മെത്തേഡ് ഫോളോ ചെയ്യാൻ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ദി ഡാഷ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിംഗ്. ഡ്യുവൽ ആസ്പെക്ട് എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷനും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അതായത് AS2 ഡീൽസ് വിത്ത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷനാണ് AS2 ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ഹാവ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇൻ എവിഡൻസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഓരോ ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഡോക്യുമെന്റ് കൂടെ അവിടെ ആവശ്യമാണ്. ഇപ്പൊ ബില്ല്, വൗച്ചർ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കൗണ്ടർ ഫോയില് അങ്ങനെയുള്ളത് നമുക്ക് അവിടെ എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കണം. അപ്പൊ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Closing stock is valued at a cost price or market price, whichever is less. അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് prudence or conservatism. Next question. According to Dash concept, it is assumed that business will last for a long period. ബിസിനസിന്റെ ലൈഫ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? ആൻസർ ഗോയിങ് കൺസേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫേം പർച്ചേസ്ഡ് പേപ്പർ, പെൻ, എക്സെട്ര ആൻഡ് ദീസ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഹെഡ് ഓഫ് സ്റ്റേഷനറി. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഈസ് മെറ്റീരിയാലിറ്റി. അപ്പോൾ പേപ്പർ, പെൻ അങ്ങനെയുള്ള ഐറ്റംസ് മേടിക്കുമ്പോൾ നമ്മൾ സ്റ്റേഷനറി എന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ബിസിനസ് ആർ നോട്ട് റെക്കോർഡഡ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതായത് മണി ടേംസിൽ പറയാവുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളത് മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, മണി എന്ന് പറയുന്നത് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫേം മേക്സ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ചിലപ്പോൾ പൈസ കിട്ടാതിരിക്കാം എന്ന് കരുതി നമ്മൾ, അതായത് വരാൻ പോകുന്ന എക്സ്പെൻസസും ലോസസും ആണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇൻകം ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇത് മെൻഷൻ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം അല്ലെങ്കിൽ prudence. Next question. Accounting standards in India are issued by. ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി റെലവന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഫസ്റ്റ് വൺ. The quality of manpower is not recorded in books of accounts. മാൻപവറിന്റെ ക്വാളിറ്റി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി ഫോർ ദി ബിസിനസ്. നേരത്തെ നമ്മൾ കണ്ടു ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ബിസിനസ്സിന് എന്താണ്, ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇത്, ഡിവാലിറ്റി. ഡ്യുവൽ ആസ്പെക്ട്, ഡെബിറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഡിവാലിറ്റി ആണ്. നെക്സ്റ്റ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ബാലൻസ് ഷീറ്റ്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലയബിലിറ്റി അല്ല, അത് പക്ഷെ എന്തായിട്ട് മാറാം, ലയബിലിറ്റി ആയിട്ട് മാറാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിന്റെ താഴെ ഫുട് നോട്ടായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാ കാര്യങ്ങളും ബുക്കിൽ വെളിപ്പെടുത്തുക എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ്. ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. നമ്മൾ പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യും, പക്ഷെ പ്രോഫിറ്റ് ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്യാറില്ല, പക്ഷെ ലോസസ് ആന്റിസിപ്പേറ്റ് ചെയ്യും. അതാണ് prudence അല്ലെങ്കിൽ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. നെക്സ്റ്റ്. സ്റ്റേറ്റ് ദി റെലവന്റ് പ്രിൻസിപ്പിൾ ഓർ കോൺസെപ്റ്റ്. ഫസ്റ്റ് വൺ. റെക്കോർഡിംഗ് മണിറ്ററി ഇവന്റ്സ് ഓൺലി. മണി ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ബിസിനസ് ഹാസ് ഗോട്ട് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസിന്റെ ലൈഫ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നെക്സ്റ്റ്.
follow some accounting practices year after year. അതായത് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. നേരത്തെ നമ്മൾ കണ്ടതാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണോ കുറവ് അതിനാണ്. അതായത് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ എക്സ്പെൻസസ് വിത്ത് റവന്യൂ ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ്. എക്സ്പെൻസസും റവന്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അവിടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, ഉൾപ്പെടാൻ പാടില്ല. ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ഓഫ് ദി ബിസിനസ് ഈസ്. ഇപ്പൊ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടും രണ്ടാണ്. ബിസിനസ്സുകാരൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ഓഫ് ദി ബിസിനസ് ഈസ് എ ക്രെഡിറ്റർ. അതായത് ബിസിനസിന് പൈസ കടം കൊടുത്തിരിക്കുന്നു. Next question, while preparing final accounts, outstanding wages is added to wages account. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിന്റെ കൂടെ ആഡ് ചെയ്യുന്ന പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. അതായത് നമ്മൾ ആക്ച്വൽ വേജസ് എത്രയാണ് കൊടുത്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22, മാച്ച് ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമ്മളിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, അതായത് നമ്മളെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. പ്രോഫിറ്റ് ഒന്നും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നോക്കാം, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമുക്ക് ലോസ് ഉണ്ടാകും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ട് പ്രൊവിഷൻ നമ്മൾ എടുക്കാറുണ്ട്. അതിനാണ് പറയുന്നതാണ് ഇത്. ആൻസർ കൺസർവേറ്റിസം അതല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയും. സെക്കൻഡ് വൺ, ട്രാൻസാക്ഷൻസ് ആർ ടു ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെന്റ്സ്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്ത് വേണം, സോഴ്സ് ഡോക്യുമെന്റ് അവിടെ വേണം. അപ്പൊ നമുക്കത് ഇതിൽ വരുന്നത് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആഡഡ് ടു സാലറി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഫോൾ ഡിഫക്റ്റ്. ഓരോ ട്രാൻസാക്ഷനും രണ്ട് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് ആണ്. ഡ്യുവൽ അല്ലെങ്കിൽ ടു ഫോൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം.